പ്രീവിയസ് പ്രശ്നങ്ങളിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ബബ്ബോ സിനിമയുടെ ഇന്റർവൽ ഫൈറ്റ് സീൻ നമ്മൾ റിയാക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പൊ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആകപ്പാടി ഫൈറ്റ് സീൻ ഇന്റർവൽ ഫൈറ്റ് സീനും ഇഷ്ടമായി, പിന്നെ ലാലറിന്റെ ഇൻട്രോ എനിക്ക് ഇഷ്ടമായി. പിന്നെയാണ് പടം വന്ന് ലാഗായി തുടങ്ങിയത്. അപ്പൊ എന്താ നമുക്ക് ലാലറിന്റെ ഇൻട്രോ സീൻ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോ നമുക്ക് റിയാക്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നാക്ക് ഒരു മുറിഞ്ഞിരിക്കുക, അപ്പൊ അതുകൊണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോണില്ല. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, ഗില്ലി യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ലെവൽ ലോറി കയറി ഞാൻ എത്തിയത് ഒരു വേറെ ലെവൽ യൂണിവേഴ്സിറ്റിയിലേക്കായി. ഫോട്ടോ ആ യൂണിവേഴ്സിൽ ഒരേ ഒരു രാജാവ്. ഇൻട്രോയൊക്കെ സെറ്റാണ്. ഞാൻ കുറച്ച് പടങ്ങൾ എന്തോ ഓസ്കാറിന്റെ ഏരിയ കയറി കളിച്ച് ഒരുത്തരും ജീവനോടെ പോയിട്ടില്ല. அந்த ഏരിയ இந்த ഏരിയ அந்த ഇടം இந்த ഇടം സൗത്ത് നോർത്ത് അങ്ങനെ കംപ്ലീറ്റ് ഏരിയയും ഞാൻ ഒറ്റയ്ക്ക. നിന്റെ ഓസ്കാർ കൂട്ടിയാലും ഒന്നും കൂടില്ല. ആളറിഞ്ഞ് ഡയലോഗ് അടിക്കണ്ട കുട്ട. ഗില്ലി ബാല ആ നാട്ടിലെ ദാവൂദായിരുന്നു. റഫ് ആൻഡ് ടഫ്. തലമുറകളുടെ നായകൻ. ഈ സീനൊക്കെ തിയേറ്ററിൽ എന്താ പൊന്നെ, ഒന്നും പറയണ്ട. ലോഡ് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് തടസ്സം നിന്നവരെ ഞാൻ അകത്ത് കയറ്റി ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു. ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല. ഇനി അഥവാ ശല്യം ഉണ്ടായാൽ വീണ്ടും ഞാൻ അകത്ത് കയറ്റി ചെറുതായിട്ടൊന്ന് ഉപദേശിക്കും. മോനെ ഇങ്ങി വന്നേ. എന്താ മോന്റെ പേര്? കിഷോർ. മോൻ ഇപ്പൊ എടുത്ത ഈ പടം നാളെ പത്രത്തിലും വാരികയിലും ഒക്കെ അച്ചടിച്ചു വരുമ്പോ ഗില്ലി ബാല റാഞ്ചി എന്ന തലക്കെട്ടോട് കൂടി വരണം. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല, ഗില്ലി ബാല. കേട്ടോ? ഹരഹര. ഒരു പടം കൂടെ എടുത്തോ. എന്റെ ഇതിന്റെ ആവശ്യം എന്ത് ഹൈപ്പാണോ ഇത്? ഞാൻ നടന്ന ഹൈപ്പ്, ഇരുന്ന ഹൈപ്പ്, തുമ്മിയാൽ ഹൈപ്പ്. അങ്ങനെ കണ്ടുപഴകിയ സിനിമാ കഥകളിൽ അതേ കാര്യം അവിടെയും സംഭവിച്ചു. കൊള്ളാല്ലേ? എന്താ ഇയാള് പുറയുന്നു കുത്താവുന്നു. ചുറ്റും നടന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റെ ജീവിതം അടുത്ത ലീഗിലേക്ക് കയറുകയാണെന്ന് എനിക്ക് ഉറപ്പായി. അണ്ണാ തമ്പി, നീ ഗില്ലിടാ.
തലയുടെ ജീവൻ രക്ഷിച്ച് ഞാൻ അവർക്ക് വേണ്ടപ്പെട്ടവനായി. അച്ഛനും അമ്മയ്ക്ക് ശേഷം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരേ ഒരാൾ. ഇവിടെ എല്ലാം ഓക്കെ, അപ്പൊ നമ്മൾ അത്ര കാണുന്നത് ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ കോപ്പറേറ്റ് നടക്കണം നമ്മുടെ വീഡിയോസ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ ഈ പടത്തിൽ ഇത്ര എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പടത്തിൽ വേറെ ഒന്നുമില്ല പടത്തിൽ കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്തൊരു പടം നമുക്ക് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 എന്തായാലും നമ്മൾ ഫസ്റ്റ് ദിവസം പോയി കാണണം. കാരണം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ അതും. അപ്പൊ എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും.